ഹായ് ഓൾ, എൻ്റെ പേര് ഡോക്ടർ നജ അബ്ദുറഹ്മാൻ, കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ, മാട്രി ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഓഗസ്റ്റ് 1 to 7 വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് ഒരു നവജാത ശിശു വന്നു ചേരുമ്പോൾ ആ ബേബിക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ബ്രസ്റ്റ് മിൽക്ക്. ഒരു ബേബിക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രീഷൻ, അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഇതെല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ ലഭ്യമാണ്. കൂടാതെ നമ്മൾ നോക്കുന്ന വാവിൻ്റെ ബ്രെയിൻ ഗ്രോത്ത്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതിൽ ആദ്യത്തെ ഒരു 2 ഇയേഴ്സിലാണ് 75% ഓഫ് ബ്രെയിൻ ഗ്രോത്തും നടക്കുന്നത്. അതിന് സഹായിക്കുന്ന പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ബ്രസ്റ്റ് മിൽക്കിൽ ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് വളരെയേറെ ന്യൂട്രീഷൻ വാല്യൂ വാവക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ, ബേബിക്ക് വന്നു ചേരാൻ സാധിക്കുന്ന എൻകൗണ്ടർ ചെയ്യുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഡിസീസസ്, ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് ഇത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ തന്നെ ആദ്യത്തെ 3 ഡേയ്സിൽ കൊടുക്കുന്ന കൊളസ്ട്രോം കുറഞ്ഞ അളവിലാണെങ്കിലും അതിലുള്ള ആൻറ്റിബോഡീസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബേബിക്ക് ഇനീഷ്യൽ ഡേയ്സിലേക്ക് ത്രൈവ് ചെയ്യാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കൊളസ്ട്രോം. കുറേ ഇമ്മ്യൂൺ സെൽസ് ബേബിയിലേക്ക് വന്നു ചേരും മദറിൽ നിന്ന്. അത് കാരണം വാവക്ക് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്ന ഇമ്മ്യൂൺ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നതാണ് ബ്രസ്റ്റ് മിൽക്ക്. യൂഷ്വൽ സ്റ്റഡീസിൽ നമ്മൾ പ്രൂവൻ ചെയ്യുന്നത് ആസ്മ അല്ലെങ്കിൽ അലർജി തുടങ്ങിയ കണ്ടീഷൻസൊക്കെ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിട്ടുള്ള കുട്ടികളുടെ ഇൻസിഡൻസ് വളരെ കുറവാണ്. പൊതുവേ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് കൂടാതെ ലോങ് ടേം ബെനിഫിറ്റ്സ് ആയിട്ട് കുട്ടിക്ക് പിന്നീട് അങ്ങോട്ട് വന്നു ചേരാൻ സാധ്യമാകുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഡയബറ്റീസ് മെല്ലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ജീവിതശൈലി രോഗങ്ങൾ, ഇതിൻ്റെ ഇൻസിഡൻസും ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത കുട്ടികളിൽ ഇൻസിഡൻസ് കുറവാണ്. ഇതുകൂടാതെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ്, അത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്, അമ്മയ്ക്ക് ഉണ്ടാകുന്ന യൂട്രസിൻ്റെ പഴയ നോർമൽ പൊസിഷനിലേക്ക് എത്തിക്കാനും എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് അമ്മയിൽ ഉണ്ടാകുന്നതിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാനും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് സഹായിക്കും. അമ്മമാർ പൊതുവെ പ്രഗ്നൻസിയിൽ ഏകദേശം 10 മുതൽ 12 കിലോളം എക്സസ് ആയിട്ട് വെയിറ്റ് ഗെയിൻ ചിലപ്പം ഗെയിൻ ചെയ്യും. ഈ എക്സസ് വെയിറ്റിനെ ഷെഡ് ചെയ്യാനും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വഴി സഹായിക്കുന്നതാണ്. പിന്നെ ലോങ് ടേം ബെനിഫിറ്റ് ആയിട്ട് അമ്മക്ക് ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഇതിൻ്റെ ഒക്കെ ഇൻസിഡൻസ് വളരെയേറെ കുറവാണ്. ആസ് സച്ച് ബ്രസ്റ്റ് ഫീഡിംഗ് ഇസ് എ ഫ്യൂൽ ഫോർ ദ മോം ആസ് വെൽ ആസ് ദ ഫ്യൂൽ ഫോർ ദ ബേബി.